ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം നമ്മൾ രാവിലെ തന്നെ കുറച്ച് പണികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നല്ല ചൂടായ കാരണം അടുക്കളയിൽ നിൽക്കാനേ പറ്റുന്നില്ല കേട്ടോ. ഫാനില്ലാണ്ട് തീരെ പറ്റുന്നില്ല. ഫാനിട്ടിട്ടും ഭയങ്കര ചൂടാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ നേരത്തെ എണീറ്റപ്പോൾ തന്നെ കുറച്ച് പണികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് പിന്നെ കുളി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുളിച്ചിട്ടും കാര്യമൊന്നുമില്ല, ഭയങ്കര ചൂട് തന്നെയാണ്. എല്ലാവിടെയും ഭയങ്കര ചൂടാണ്. പ്രത്യേകിച്ച് നമ്മുടെ പാലക്കാട് ഭയങ്കര ചൂടാണ് കേട്ടോ. നമ്മളിങ്ങനെ ഉള്ളിലിരിക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അറിയുന്നില്ല, പക്ഷേ വെളിയിൽ പോണവർക്ക് ഭയങ്കര കഷ്ടമാണ് കേട്ടോ ഈ ചൂട് കൊണ്ട്. അപ്പോൾ ഞാൻ രാവിലെ കുറച്ച് പണികളൊക്കെ ആക്കി അതിന് ശേഷം പിന്നെ വന്നിട്ട് നമ്മുടെ വെള്ളരിക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കടുക് വറുത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ തന്നെ കുറച്ച് സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കടുക് വറുത്ത് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നമ്മുടെ വെള്ളരിക്കയൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ സാമ്പാർ ഒന്ന് കടുക് വറുത്തെടുത്തു കേട്ടോ. അപ്പോൾ എണീറ്റതും സാമ്പാർ വെക്കലും അതുപോലെ ചോറ് വെക്കൽ, മിറ്റോടിക്കൽ, ചായ കുടിക്കൽ, അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സാമ്പാറിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ സാമ്പാർ ഇനിയിപ്പോൾ അറിയണമെന്നുണ്ടെങ്കിൽ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവർ കണ്ടു നോക്കിയോളൂ. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ സാമ്പാർ കാണിക്കേണ്ടിയിരുന്നത്. അങ്ങനെ സാമ്പാറെല്ലാം കടുക് വറുത്ത് ചേർത്തതിന് ശേഷം നമ്മൾ പിന്നെ വെള്ളരിക്ക ഒന്ന് കൂട്ടാൻ വെച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളരിക്ക ചട്ടിയിൽ ചേർത്ത് കൊടുത്ത് അതിന് എരിവിന് ആവശ്യമായിട്ടുള്ള മൂന്നാലല്ല കേട്ടോ, 2 പച്ചമുളക് കേട്ടോ, അത് കീറിയിട്ട് അത് ചേർത്ത് കൊടുത്ത് അതൊന്ന് വേവാൻ വിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ കുട്ടികൾക്കുള്ള പാലൊക്കെ ഒന്ന് എടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. ഈ സമയം കൊണ്ട് പിന്നെ കുട്ടികളൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർക്കുള്ള പാലൊക്കെ ഒന്ന് വേഗം തന്നെ ഒന്ന് ആറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. അക്ഷയ പിന്നെ പാല് കാപ്പി അങ്ങനെയൊന്നും രാവിലെ കുടിക്കാറില്ല കേട്ടോ. അവൾക്ക് തോന്നിയാൽ മാത്രം കുറച്ച് കട്ടൻ കാപ്പി കുടിക്കും, ഇല്ലെങ്കിൽ നല്ല ബ്രൂ പോലുള്ളത് അങ്ങനെയുള്ള കാപ്പിപ്പൊടി ഇട്ടിട്ട് ചില സമയങ്ങളിൽ വൈകുന്നേരം കുടിച്ചാൽ കുടിച്ചു, ഇല്ലെങ്കിൽ ഇല്ല കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് 2 ഞാൻ പാല് കാച്ചിയിട്ട് ബൂസ്റ്റൊക്കെ ഇട്ട് കൊടുത്താണ് കേട്ടോ. 2 കുടിക്കാൻ വന്നിട്ടുണ്ട്. അങ്ങനെ അവർക്ക് പാലെല്ലാം കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ ഒരു അരപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. ഒരു 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് മതി കേട്ടോ, അത്രയും നമുക്ക് കഷ്ണങ്ങളുള്ളൂ. അപ്പോൾ അത് ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഞാനൊരു 1/4 സ്പൂണ് നമ്മുടെ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ അതേ അളവിൽ തന്നെ ജീരകം കുറച്ച് ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മൾ അധികം പുളിപ്പില്ലാത്ത തൈര് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. ആദ്യം അരച്ചപ്പുണ്ട് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ തൈര് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തൈരിൻ്റെ പുളിയെല്ലാം ചേർക്കല്ല, തൈരിൻ്റെ പുളി നോക്കിയിട്ട് തൈര് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ അതെല്ലാം അരച്ചുകൊണ്ട് വരുമ്പോഴേക്കും തന്നെ നമ്മുടെ വെള്ളരിക്ക നന്നായി തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും നമ്മുടെ തോട്ടത്തിൽ നിന്ന് കിട്ടിയ വെള്ളരിക്കയാണ്, കശപ്പൊന്നുമില്ല, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുള്ള നമ്മുടെ അരപ്പ് നമ്മുടെ വെള്ളരിക്കയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായി തന്നെ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് കുറുക്കനെ ആയിപ്പോയിട്ടാ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത്തിരി മാത്രം ലേശം ഒന്ന് ലൂസായിരിക്കട്ടെ പറഞ്ഞിട്ട് കേട്ടോ. അതുകൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് തിള വരുന്നതായപ്പോൾ നമ്മളിത് ഇറക്കി മാറ്റി വെച്ചു കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ പിന്നെ ചീനിച്ചട്ടി വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകും വറ്റൽമുളകും ഒക്കെ ചേർത്ത് കൊടുത്ത് നന്നായി പൊട്ടിച്ചെടുത്തിട്ട് നമ്മുടെ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നമ്മുടെ പച്ചടി കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുളിപ്പോ അതുപോലെ എരിവൊക്കെ നിങ്ങളുടെ പാകത്തിന് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അധികം പുളി വേണ്ട കേട്ടോ, അധികം പുളിയില്ലാണ്ടിരിക്കുന്നതാണ് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ഉണ്ടാവാറുള്ളത്. പിന്നെ ഞാനതോട് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമ്മുടെ സാമ്പാറിൽ നമ്മൾ കറിവേപ്പില ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതിലൂടെ ഞാൻ കറിവേപ്പിലൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിവിടെ റെഡിയായി നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും അതേ ചീനിച്ചട്ടി തന്നെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുത്ത് 3-4 ചെറിയുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്ത് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ച് നമ്മുടെ പയർ ചേർത്ത് കൊടുത്ത് പിന്നെ മഞ്ഞൾപ്പൊടി അതുപോലെ നമ്മുടെ കറിവേപ്പില അതെല്ലാം ചേർത്ത് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. മിക്സ് ചെയ്തപ്പോഴാണ് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത് ഇതിലേക്ക് മുളക് പൊടി ചേർത്തിട്ടില്ല എന്ന് കേട്ടോ. അപ്പോൾ മുളക് പൊടി കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പയറും നമുക്ക് അവിടുന്ന് കിട്ടിയതാണ് കേട്ടോ. പിന്നെ അതെല്ലാം ചെയ്ത് ഞാനിവിടെ വേവാൻ വെച്ചതിന് ശേഷം
വേഗം തന്നെ നമ്മൾ വെളിയിലേക്ക് വന്നിട്ട് നമ്മുടെ വീട്ടിൽ കുറച്ച് ചീര ഉണ്ടല്ലോ, 3-4 ചീരൊക്കെ, അതൊന്ന് കുറച്ച് ഇല ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നിറയെ ചീര ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇതേ ഉള്ളൂ കേട്ടോ. പിന്നെ അങ്ങോട്ട് ഒന്ന് പോയതുമില്ല, അതുകൊണ്ട് പിന്നെ ചീര കുറവായിരുന്നു. അപ്പോൾ ഒരു 2 കഴുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചീരയുടെ. അത് ഞാൻ കൊണ്ടുവന്ന് കഴുകി കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയൊരു വലിയുള്ളി എടുത്തിട്ട് അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വലിയുള്ളിയും പച്ചമുളകും അതുപോലെ നമ്മുടെ ചീരയൊക്കെ ഒന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ രാവിലെ 5:30 എണീറ്റപ്പോൾ തന്നെ നമ്മുടെ ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ അത്ര നേരം കുതിർത്താൽ മതി കേട്ടോ നമ്മൾ ഉഴുന്ന്. എന്നിട്ട് വെള്ളം വാരാൻ വെച്ചതായിരുന്നു. വെള്ളം വാർന്നത് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ടതിന് ശേഷം ഒരു 3 സ്പൂൺ കേട്ടോ, ഒരു ടേബിൾ സ്പൂണ് 3 സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താണ് കേട്ടോ. തരിയില്ലാണ്ട് വെള്ളം അധികം ചേർക്കരുത് കേട്ടോ, ചേർത്താൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. ഒരു 3 സ്പൂണ് ഒഴിച്ചിട്ട് നമ്മൾ ആദ്യത്തെ എന്താ പറയുക ബാച്ച് അരച്ചെടുത്തു. അങ്ങനെ നമ്മൾ 3 പ്രാവശ്യം അരച്ചെടുത്തു കേട്ടോ. അതിലൊക്കെ 3 സ്പൂണ് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചിട്ടുണ്ടായിരുന്നത്. 1 കപ്പ് ഉഴുന്നാണ് കേട്ടോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ ഉഴുന്നുവട കറക്റ്റായിട്ട് വരില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വെള്ളം നിങ്ങൾ നോക്കിയിട്ട് ചേർത്തിട്ട് നല്ല കട്ടിക്ക് തന്നെ അരച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ നന്നായി അരച്ചതിന് ശേഷം നമ്മുടെ വിസ്ക് വെച്ച് നന്നായി തന്നെ നമ്മളത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വിസ്കിന് പകരം നിങ്ങൾക്ക് ബീറ്റർ ഉണ്ടെങ്കിൽ അതിട്ടിട്ട് നന്നായി തന്നെ ഇതുപോലെ ഫ്ലഫി ആയിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഇടയ്ക്ക് നല്ല സോഫ്റ്റ് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളി, പച്ചമുളക്, ചീര, ഉപ്പ്, കുരുമുളക് ചതച്ചതോ അല്ലെങ്കിൽ കുരുമുളക് മുഴുവനായിട്ടൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത്തിരി പൊടിയാണ് ചേർത്ത് കൊടുത്തത്. കുട്ടികൾ കഴിക്കുമ്പോൾ അവർക്ക് എരിവില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, കടിച്ചു കഴിഞ്ഞാൽ എരിഞ്ഞവർക്കൊരു ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് ഞാൻ കുറച്ച് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായി തന്നെ പതപ്പിച്ചെടുത്താൽ നന്നായി തന്നെ പൊങ്ങി വരും കേട്ടോ നമ്മുടെ മാവ്. ഇതിൽ സോഡാപ്പൊടി അങ്ങനെയുള്ള ഒരു ഐറ്റംസും നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ട് നമ്മുടെ കൈ നന്നായി തന്നെ നനച്ചതിന് ശേഷം ഇങ്ങനെ ഓരോ ഉരുളാക്കി എടുത്തിട്ട് ഒന്ന് തട്ടിയിട്ട് നടുക്ക് ഒരു ഹോളിട്ട് കൊടുക്കുക കേട്ടോ. ആദ്യമൊക്കെ ഉണ്ടാക്കുന്നവർക്ക് കുറച്ച് പ്രയാസം ഉണ്ടാവും. ഒരു 3-4 ഉണ്ടാക്കുമ്പോൾ നമുക്കത് കറക്റ്റായി തന്നെ കിട്ടും കേട്ടോ. എനിക്കും ആദ്യമൊന്നും ഉഴുന്നുവട അരയ്ക്കുന്നത് കറക്റ്റായി വരാറില്ലായിരുന്നു. അതുപോലെ ഇങ്ങനെ ഹോളാക്കി ഇടുന്നത് കറക്റ്റായി വരാറില്ലായിരുന്നു. പിന്നെ ഞാനത് മെല്ലെ ചെയ്ത് ഞാനങ്ങനെ പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക ഉഴുന്നുവട ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് നല്ല ക്രിസ്പി ആയിട്ടൊക്കെ ഉണ്ടാക്കാനാവും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു 3 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ ഇത് മറിച്ചിടാൻ കിട്ടില്ല കേട്ടോ. നമ്മൾ കുറച്ച് എണ്ണയിലാണല്ലോ ഇത് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് അടുക്കി പിടിക്കേണ്ട. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ പപ്പട കമ്പിയും കൊണ്ട് ഒന്ന് കുത്തിയെടുത്താൽ മതിയാവും കേട്ടോ. നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്ത 2 സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ, നമ്മുടെ പുട്ടുപൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിനിപ്പം അരിപ്പൊടിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 2 സ്പൂൺ പച്ചരി നമ്മുടെ ഉഴുന്നിനോടൊപ്പം തന്നെ വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ അരച്ചെടുക്കാം കേട്ടോ. ഞാൻ പിന്നെ നമ്മുടെ കയ്യിൽ പൊടിയുള്ള കാരണം കേട്ടോ പിന്നെ പച്ചരി വെള്ളത്തിലിടാണ്ട് അങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ആദ്യമേ ചേർക്കണമായിരുന്നു, പക്ഷേ ഞാനിത് മറന്നു പോയിട്ടോ. ആദ്യം ഒരു 3 എണ്ണം ഉണ്ടാക്കിയതിന് ശേഷമാണ് പിന്നെ എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ പിന്നെ 2 സ്പൂണ് നമ്മുടെ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയത് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ സാമ്പാർ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ 2 വട ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുത്ത് നമ്മുടെ സാമ്പാർ കൂടെ ഒഴിച്ച് ഒന്ന് കുതിരാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവർക്കും സാമ്പാർ വട പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ കുട്ടികൾക്കും അച്ഛനും ഒക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാൻ അതൊന്നും അവിടെ കുതിരാൻ വെച്ചതിന് ശേഷം ബാക്കി ഉഴുന്നുവട ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ ഉഴുന്നുവടയൊക്കെ ഒന്ന് കുതിർന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ കുട്ടികളെല്ലാം കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുതിർന്ന ഉഴുന്നുവട അവർക്കൊക്കെ ഓരോ വായി കൊടുക്കുന്നുണ്ട്. കുളിച്ച് വന്നിട്ട് ഡ്രസ്സ് ഇടാനും കൂടെ നേരമില്ലാണ്ടാണ് കേട്ടോ നമ്മുടെ ഉഴുന്നുവട കഴിക്കാൻ വേണ്ടി 2 ആൾ ഓടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് 2 ആൾക്കും ഞാൻ ഉഴുന്നുവട കൊടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ അക്ഷയും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അശ്വിൻ പറയണ സൂപ്പറായിട്ടുണ്ട്, അതുപോലെ സച്ചുവും സൂപ്പറായിട്ടുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ. എൻ്റെ അമ്മ ഉണ്ടാക്കി ഉഴുന്നുവട അടിപൊളിയാണെന്നാണ് കേട്ടോ നമ്മുടെ അശ്വിൻ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബാക്കി 2 വടിയും കൂടെ ബാക്കിയുള്ള സാമ്പാറിൽ ഒന്നുകൂടെ ഒന്ന് ഒഴിച്ച് കുതിരാൻ വെക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ ഞാൻ ഏട്ടനൊക്കെ ഭക്ഷണം കൊടുത്തു കേട്ടോ. അക്ഷയും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്താണ് കേട്ടോ. പിന്നെ നമുക്ക് ബാക്കിയുള്ള ഉഴുന്നുവട നമ്മളിതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചൊക്കെ അവർ കഴിച്ചിട്ടുണ്ടായിരുന്നു, ബാക്കിയുള്ള ഉഴുന്നുവടയാണ് കേട്ടോ ഇത് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയം ഞാൻ ബാക്കിയുള്ള ഉഴുന്നുവടയും കൂടി ഉണ്ടാക്കിയെടുത്തു. അതിനുശേഷം എല്ലാവരും കഴിച്ചു. പിന്നെ ഞാൻ ഒന്ന് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്കൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് സാമ്പാർ, നമ്മുടെ പച്ചടി, ഉപ്പേരി, ഉഴുന്നുവട എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. എന്താ പറയുക, നമ്മുടെ സച്ചു വന്നതല്ലേ. അപ്പോൾ അവൻ എപ്പോഴും ഇതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ ഇന്ന് എന്താ ഉണ്ടാക്കി തരുക എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതായത് സാമ്പാർ വെക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിനോടുകൂടി ഉഴുന്നുവട കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ ഉഴുന്നുവടയ്ക്ക് നല്ല ക്രിസ്പും നല്ല സോഫ്റ്റും ആയിരുന്നു കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതേ അളവിൽ അങ്ങോട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ വെക്കേഷൻ ആയതിനെക്കുറിച്ചോ അതുപോലെ നമുക്ക് സ്കൂൾ അടച്ചതിനെക്കുറിച്ചോ ഒന്നും പറയാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ അവിടെ വേലത്തിരക്കായി, അതുപോലെ നമ്മുടെ വെക്കേഷനായി, പരീക്ഷ കഴിഞ്ഞിട്ട് എല്ലാം ഒരുമിച്ചായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ പറയാനോ ചെയ്യാനോ നമുക്ക് ഇതുവരെ ആയിട്ടില്ല കേട്ടോ. ഇപ്പോൾ സ്കൂൾ അടച്ചിട്ട് തന്നെ ഇന്നേക്ക് ഒരാഴ്ച കഴിയും കൂടെ ചെയ്തു കേട്ടോ. ആ തിരക്കും ആ ക്ഷീണവും എല്ലാം കഴിയുമ്പോഴേക്കാണ് നമ്മുടെ പൂമക്കുട്ടൻ മരിച്ചു പോയത്. അതിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു. അങ്ങനെ ഇപ്പോൾ വെക്കേഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ 2 ദിവസം തന്നെ ഇവരെ സഹിക്കുന്നത് വലിയ പാടാണ്. എന്താണ് ശനിയും ഞായറും. ഇനിയിപ്പോൾ 2 മാസം എങ്ങനെ ഇവരെ സഹിക്കും എന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ ഇരിക്കുന്നത്. പറഞ്ഞാലേ കേൾക്കില്ല. രണ്ടാളും കളിക്കുമ്പോൾ ഇങ്ങനെ കളിക്കും, ചില സമയത്ത് നല്ല തല്ലുകൂടലും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ റെസിപ്പികൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ഉഴുന്നുവട കേട്ടോ. ഇങ്ങനെ കറക്റ്റ് അളവിൽ തന്നെ കറക്റ്റായി തന്നെ ഉണ്ടാക്കണേ, കറക്റ്റായി തന്നെ കിട്ടും നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ച് തുണികളുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് കഴുകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:15 വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാട്ടെ.